കൂട്ടുകാരെ, ഇന്ന് വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ജ്യൂസാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതൊരു കേവലം ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രമല്ല, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും കൂടിയാട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ചും റെഡിയാക്കി എടുക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് അത് ഒരുക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ച് നമുക്ക് കുക്കിംഗ് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എവരെയും ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാനേ. ഇതാ രാവിലെ തന്നെ ഇഡ്ലി മാവാട്ടോ റെഡിയാക്കി എടുത്തത്. ഇഡ്ലി മാവ് ഒരു പാത്രത്തിലോട്ട് പാർന്ന് കൊടുക്കണ്ട. അടിപൊളി മാവാണ്, നല്ല പോലെ പതിഞ്ഞങ്ങ് പൊങ്ങി വന്ന മാവാണ്. അപ്പോൾ നല്ലപോലെ നമുക്ക് പഞ്ഞി പോലത്തെ ഇഡ്ലി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഇഡ്ലി മാവാണ് സെറ്റാക്കി എടുത്തത്. അങ്ങനെയാണെങ്കിൽ അതങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് വെച്ച് എൻ്റെ കൂടെ ഒന്ന് കുക്കിംഗ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവ് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ. അപ്പോൾ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇഡ്ലി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് നേരെ ഇതാ ഫ്രിഡ്ജിലോട്ട് ഇതാ പോകുന്നു കൂട്ടുകാരി. ഇതാ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ലി ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ല പോലെ ഇതാ പഞ്ഞി പോലത്തെ ഇഡ്ലിയാണ്. എത്രത്തോളം സോഫ്റ്റായ ഇഡ്ലിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലി തന്നെയായിരുന്നു. ഇതാ കണ്ടോളൂ കൂട്ടുകാരെ, കണ്ടോ? അടിപൊളി സോഫ്റ്റായ അടിപൊളി പഞ്ഞി പോലത്തെ ഇഡ്ലി കണ്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ ചട്നിയും ഇഡ്ലിയും എന്താ സെറ്റായി. അങ്ങനെ ഇതാ അടിപൊളി വാള കിട്ടിയിട്ടോ. നല്ല പെടയ്ക്കുന്ന മീൻ നമുക്കിതൊന്ന് ഷേപ്പെടുത്തെടുക്കണം. അതിന് മുന്നേ തേങ്ങ വറുത്തരച്ച് സെറ്റാക്കി വയ്ക്കണം. അങ്ങനെ അത് എണ്ണ പോലെ ഇതാ വറുത്തരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ തൊട്ട് മുന്നേ ഞാൻ വറുത്തരച്ച് റെഡിയാക്കി എടുക്കുന്നത് വീഡിയോസിലെടുത്തിട്ടുണ്ടായിരുന്നു. അത് റിയോസോട് കണ്ടൻ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാമെന്നാണ് കേട്ടോ വറുത്തരയ്ക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച ശേഷം നേരെ ചട്ടി അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു. അടുപ്പോണാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടായിട്ട് വെക്കുക. ചെമ്മീൻ കിട്ടിയാലും വാള കിട്ടിയാലും ഏട്ട് കിട്ടിയാലും ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടായിട്ട് വെക്കും. നമ്മൾ തേങ്ങാപ്പാലെടുത്ത് വെച്ചാലും കിട്ടാലും തേങ്ങ അരച്ച് വെച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ രീതിയിൽ വെച്ചാലോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിട്ട് വയ്ക്കുക. നിങ്ങളെങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണോ? വലിയ സൈസ് മീനുകളൊക്കെ കിട്ടിയാൽ ചെയ്യാറ്? മൺചട്ടിയിൽ വെച്ചാലോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മീൻ കറി വയ്ക്കുമ്പോൾ ഇപ്പോഴും മൺചട്ടിയിൽ വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മിക്സാക്കിയതാ അടുപ്പുണാക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഉമ്മ ക്ലീൻ ചെയ്ത് മീൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാള. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കി വെച്ചു. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മാങ്ങയുടെയും കുടമ്പുഴയുടെയും പുളി നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തിളച്ചങ്ങോട്ട് മറിയട്ടെ കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് കറി സെറ്റായി കിട്ടുള്ളൂ. അങ്ങനെ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അതിലേക്ക് ഇതാ മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇങ്ങോട്ട് തട്ടിക്കൊടുത്ത് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ. മീനൊക്കെ നല്ല രീതിയിൽ വേവട്ടെ. അതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പില പാത്തൂസിനോട് പൊട്ടിച്ചുകൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടോ ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ കറിവേപ്പില ഇതായിട്ട് കൊടുത്തു. മീൻകറി ഇതാ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൂളിക്കണം. അതിലേക്കുള്ള ചെറുള്ളി ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ മീൻകറി സെറ്റായി. ഇനി നമുക്ക് ചെറുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റേറിയ മീൻകറി ഇതാ സെറ്റായിട്ടുണ്ട്. രുചിക്കൂട്ടുകളുടെ ഫസ്റ്റ് ഐറ്റം ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റം പൈനാപ്പിൾ കൊണ്ട് അടിപൊളി ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫുഡ് കഴിച്ച് വരാം കേട്ടോ. അങ്ങനെ ഇതാ ക്യാരറ്റ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു, പപ്പടവും ഉണ്ട്. അപ്പോൾ അടിപൊളി മീൻകറിയും ഉണ്ട്. അതും കൂട്ടി ഫുഡ് കഴിച്ച ശേഷം നേരിത പൈനാപ്പിൾ ഇതാ എടുത്തിട്ട കയ്യിൽ. ആഹാ, അടിപൊളി നല്ല പഴുത്ത പൈനാപ്പിൾ ആട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് അങ്ങനെ റെഡിയാക്കി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ഐറ്റമാണ്. ശരീരത്തിൽ ഭാരം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളൊക്കെ നല്ലപോലെ ബലപ്പെടുത്താനും ഈ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായി ഇതാ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഈ ഒരു അളവിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത പൈനാപ്പിൾ അല്ലേ. അപ്പോൾ പിള്ളേഴ്സിന് പഞ്ചസാര ഇട്ടാലാട്ടോ ജ്യൂസ് അടിച്ചാൽ കുടിക്കുള്ളൂ. അതാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നല്ല തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. അധികം വെള്ളം ഒഴിക്കണ്ട. പൈനാപ്പിൾ അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഇതാ കറക്കിയിട്ട് ഇതാ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
രീതിയിൽ അരിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ ജ്യൂസ്? ഈ രീതിയിൽ ഉണ്ടാക്കാറില്ലെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു പാത്രം എടുത്തു, ഒരു അരിപ്പെടുത്തു, നല്ല രീതിയിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചിങ്ങായിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ ജ്യൂസൊക്കെ എന്താണ് ഉണ്ടാക്കിയത്? കമൻറ്റ് ചെയ്യട്ടോ. ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ടോ? ഈ ചൂടുകാലമല്ലേ. അപ്പോൾ ഞാൻ സ്ഥിരം എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പതിവാട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അരിച്ചിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ദാ അടിപൊളി ജ്യൂസാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് അടിക്കാനായിട്ട് മറന്നുപോയി. അടിപൊളി ജ്യൂസ് ദാ സെറ്റായിട്ടുണ്ട്. ഒക്കെ ഒരേ ഗ്ലാസ് ജ്യൂസ് കുടിച്ചിങ്ങായിട്ട് കളിക്കാനായിട്ട് ഓടിട്ടോ. അപ്പോൾ ഞാൻ രാത്രിക്കുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാത്രി ആയൊരു മടിയാണ്. അപ്പോൾ വേഗം തന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ നല്ല രീതിയിൽ മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ചുടാം. രാത്രി എപ്പോഴും ഗോതമ്പ് ദോശ കേട്ടോ. എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്, പിന്നെ സലാഡ് ഉണ്ടാക്കിക്കും, പിന്നെ ഓട്സ് ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ദിവസം ഓട്സ് ആണെങ്കിൽ പിറ്റേ ദിവസം ദോശ, പിറ്റേ ദിവസം ചപ്പാത്തി, അങ്ങനെയൊക്കെ ആയിട്ട് രാത്രിത്തെ ഞങ്ങൾ ഫുഡ്. അങ്ങനെ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അതാ നല്ല രീതിയിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്തൂസ് വോയിസ് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പെറുപിറ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വോയിസ് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കേൾക്കുന്നുണ്ടാവൂലേ. അങ്ങനെ നല്ല രീതിയിൽ ദോശ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പാത്തൂസ് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അടുത്ത് എപ്പോഴും ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ടോയ്സ് കൊണ്ടൊക്കെ കളിക്കായിരിക്കും. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് പെടുന്നതാട്ടോ, ക്ഷമിക്കണേ. അപ്പം നല്ല രീതിയിൽ ദോശ സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഫുഡ് ദോശ. അപ്പോൾ നാളെ ചപ്പാത്തി ഉണ്ടാക്കണോ എന്തോ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണം. ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോയത് എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ. ലൈക്ക് അടിച്ചോളെ, കമൻറ്റ് മാത്രമല്ല ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.